ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ഏകദിനവും 5 T20 മത്സരമാണ് ഇന്ത്യ ഓസ്ട്രേലിയ കളിക്കുക. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തിയിരിക്കുന്നു. ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ച താരങ്ങൾ ഏകദിനത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഈ ഒരു വാർത്ത കേട്ടാണ്. രോഹിത് ശർമ്മയെ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. പകരം ശുഭ്മാൻ ഗില്ലിനെയാണ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രേയസ് അയ്യരാണ് വൈസ് ക്യാപ്റ്റൻ. ഗൗതം ഗംഭീർ, സെലക്ടർമാരും BCCIയും ചേർന്നെടുത്ത തീരുമാനമാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസ് കോൺഫറൻസിൽ അജിത് അഗാർക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2027 വേൾഡ് കപ്പ് വരെ കളിക്കും എന്നുള്ള യാതൊരുവിധ സൂചനയും തങ്ങൾക്ക് നൽകിയിട്ടില്ലെന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. നേരത്തെ തന്നെ വൈസ് ക്യാപ്റ്റനും ഏകദിന ടീമിൽ സ്ഥിര സാന്നിധ്യവുമായ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് എന്തുകൊണ്ടും ഇന്നെടുത്ത തീരുമാനമല്ല. ഇത് നേരത്തെ തന്നെ ഗൗതം ഗംഭീറും BCCIയും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 3 ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ഫോർമാറ്റിലും 3 ക്യാപ്റ്റനായാൽ കോച്ചിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ക്യാപ്റ്റനും കോച്ചും തമ്മിലുള്ള ബന്ധവും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന് പ്രാധാന്യം നൽകുന്നു എന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. ടെസ്റ്റിൽ മികച്ച ക്യാപ്റ്റൻസിയാണ് ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ODIയിലും താരത്തിന് നല്ല പരിചയസമ്പത്തുണ്ടെന്നും അജിത് അഗാർക്കർ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും T20 വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫിക്കും ഇന്ത്യക്ക് നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ പെട്ടെന്ന് പുറത്താക്കി മറ്റൊരു ക്യാപ്റ്റനെ ഇറക്കിയതിൽ ആരാധകർക്ക് രോഷമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പരമ്പരയോടുകൂടി രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നീട് വന്ന ചോദ്യത്തിൽ രവീന്ദ്ര ജഡേജയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് അഗാർക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓസ്ട്രേലിയൻ പിച്ചുകളിൽ സ്പിന്നർമാർക്ക് അധികം പ്രാധാന്യമില്ല. ഇതിനകം തന്നെ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ സ്പിന്നർമാരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഡേജയെ ഉൾപ്പെടുത്താറുന്നതെന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. വർക്ക് ലോഡ് മാനേജ്മെന്റ് പ്രകാരം ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. T20 ടീമിൽ താരമുണ്ട്. സഞ്ജു സാംസനെ എന്തുകൊണ്ട് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് താരം പറഞ്ഞത് ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ ടോപ്പ് ഓർഡർ ബാറ്ററാണ്. സൗത്ത് ആഫ്രിക്കയിൽ നമ്പർ 3 പൊസിഷനിലാണ് സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചു എന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. KL രാഹുലും ധ്രുവ് ജുറേലും എല്ലാം നമ്പർ 6, 7 പൊസിഷനിലെല്ലാം കളിക്കുമെന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. പക്ഷേ അജിത് അഗാർക്കർക്ക് തെറ്റി. 3-ാം നമ്പറിലാണ് സഞ്ജു സാംസൺ കൂടുതൽ മികവ് കാട്ടി എന്നത് വസ്തുതയാണ്. മറ്റ് ബാറ്റിംഗ് പൊസിഷനിൽ സഞ്ജു മികവ് കാട്ടിയിട്ടില്ല എന്ന് അതിനർത്ഥമില്ല. 3-ാം നമ്പറിൽ 3 ഇന്നിംഗ്സിൽ കളിച്ച സഞ്ജു സാംസൺ 54.3 ശരാശരി 163 റൺസാണ് നേടിയത്. സൗത്ത് ആഫ്രിക്കയിൽ സഞ്ജുവിന് സെഞ്ചുറി പ്രകടനവും 3-ാം നമ്പറിലായി. എന്നാൽ മധ്യനിരയിൽ സഞ്ജു സാംസൺ 5-6 പൊസിഷനിൽ കളിച്ചിട്ടുള്ളത് 11 ഇന്നിംഗ്സാണ്. 347 റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. 3 അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളും ഈ പൊസിഷനിലുണ്ട്. 86 റൺസാണ് സഞ്ജു സാംസന്റെ മധ്യനിരയിലെ ഉയർന്ന സ്കോർ. ഇതൊന്നും പരിഗണിക്കാതെയാണ് ചുമ്മാ വന്നിരുന്ന് അജിത് അഗാർക്കർ ഓരോന്ന് വിളിച്ചു പറയുന്നത്. സഞ്ജു സാംസനെതിരെയുള്ള ഈ തടയൽ നേരത്തെ തന്നെ ഉള്ളതാണ്. ഏകദിന ടീമിൽ താരത്തെ വളർത്തിക്കൊണ്ടുവന്നാൽ പുറത്തിരിക്കുന്ന മറ്റു പല താരങ്ങൾക്കും തിരിച്ചു കയറാൻ മേലാത്ത അവസ്ഥയാകും. ഇപ്പോൾ T20യിൽ മികച്ച പ്രകടനം നടത്തുന്ന സഞ്ജു സാംസൺ ഏകദിനത്തിൽ മികച്ച പ്രകടനം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ താരത്തെ മുളയിലെ നുള്ളുക എന്നുള്ളതാണ് അജിത് അഗാർക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. T20യിൽ താരത്തിന് അവസരം ലഭിക്കുന്നത് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ സഞ്ജു സാംസൺ T20യിൽ ഓസ്ട്രേലിയ നടത്തുമെന്നത് കാത്തിരിക്കുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.